ആരൊക്കെ പ്രവർത്തിച്ചിട്ടും ആത്മീയതയുടെ മാർഗത്തിൽ നിന്ന് അവർ മാറിപ്പോകുന്നില്ല. 100 വർഷമായി വഹാബി പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിക്കുന്നു. എന്ത് നേട്ടം അവരുണ്ടാക്കി എന്ന് ആലോചിച്ച് നോക്കുക. മങ്കൂസ് മൗലൂദ് ഇവിടെ നിന്നുപോയോ? കുത്തുബിയ്യത്ത് ഇല്ലാതെയായോ? ദിക്ർ ഹൽക്കകളും ആണ്ട് നേർച്ചകളും ഇല്ലാതെയായോ? ഞാനൊരു ആണ്ട് നേർച്ചയിൽ വെച്ചിട്ടാണ് ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യകാലത്തൊക്കെ വയലിന്റെ ആമുഖത്തിൽ മാത്രം ചൊല്ലിയിരുന്ന ബുറുദ ഓരോ ചെറുപ്പക്കാരനും ഇന്ന് കാണാതെ അറിയാം. 2-3 മണിക്കൂർ കാല് കഴിച്ചു നിന്ന് ബുറുദ ചെല്ലാൻ അവന് റെഡിയാണ്. മന്ത്രിച്ചൂതൽ ഇല്ലാതായി പോയോ? മന്ത്രി ചൂതാൻ വേണ്ടി നിൽക്കുന്ന തങ്ങന്മാർക്ക് നടുവൊന്നും നിവർത്താൻ പറ്റാത്ത വിധം നീണ്ട വരികൾ അവരുടെ മുമ്പിലുണ്ട്. ഏത് സംസ്കാരത്തെയാണ് അവർക്ക് മാറ്റാൻ പറ്റിയത്? കേരളത്തിൽ പെണ്ണുങ്ങൾ വ്യാപകമായി പള്ളിയിലേക്ക് ഇറങ്ങിയോ? അവരുടെ പെണ്ണുങ്ങളൊക്കെ ചിലപ്പോൾ മാത്രം ഒരു വാശിക്ക് ഇങ്ങനെ പള്ളിയിലേക്കൊക്കെ പോകുന്നതല്ലാതെ 100% വഹാബികൾ മാത്രമുള്ള വല്ല മഹലിലും പോവുക. അവിടുത്തെ പള്ളിയിൽ ആണുങ്ങളെ പോലെ പെണ്ണുങ്ങൾ സജീവമാണ്. ഒറ്റ വക്തിൽ കാണൂല. അവരുടെ പള്ളിയിൽ പെണ്ണുങ്ങൾക്കുള്ള മോർച്ചറി ഹാൾ അതങ്ങനെ ഉണ്ടാവില്ല. ഒരടച്ചുറപ്പില്ലാത്ത ആൾ ആ ഹാളിൽ മാറാല പിടിച്ച് കിടക്കുന്നുണ്ടാകും. നിസ്കാര കുപ്പായങ്ങളെല്ലാം കൂടി ചുരുട്ടി വെച്ചിട്ട് കരിമ്പനടിച്ചിട്ടുണ്ടാകും. ഏതെങ്കിലും പെണ്ണിനെ വ്യാപകമായി പള്ളിയിലേക്ക് ഇറങ്ങാൻ ഇവർക്ക് പറ്റുമോ? ദിക്റുകൾക്കൊക്കെ വല്ല കുറവുണ്ടായോ? ഏതെങ്കിലും പള്ളികളിൽ അവര് നിർമ്മിച്ച അവര് തന്നെ സംഘടിപ്പിക്കുന്ന പള്ളിയിലല്ലാതെ എവിടെയെങ്കിലും ഖുത്ബയുടെ ഭാഷ മലയാളത്തിലേക്ക് വന്നോ? ഒന്നും സംഭവിച്ചില്ല. മോമിനികളുടെ തലയിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുറേ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ചില ആളുകൾ വഴിയിൽ വെച്ചൊക്കെ കാണുമ്പോൾ ചോദിക്കും എന്താ ഇപ്പോൾ വീഡിയോ ചെയ്യാത്തതെന്നൊക്കെ. സത്യത്തിൽ നമ്മൾ കാര്യമായിട്ട് വല്ല വീഡിയോ ഒക്കെ ചെയ്താൽ ദിവസങ്ങൾ കഴിഞ്ഞാലും വളരെ കുറഞ്ഞ ആളുകളെ അത് കാണുന്നുള്ളൂ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരു 1% ആളെങ്കിലും കാണുകയാണെങ്കിൽ, 25% ആളുകളും കാണുകയാണെങ്കിൽ ഒരു സന്തോഷമാണ്. അതും കൂടെ ഉണ്ടാവുന്നില്ല. കാരണം ആളുകൾക്കൊക്കെ ഇപ്പം ഇങ്ങനെ എൻജോയ് ചെയ്യണം. വിഷയങ്ങളൊന്നും കേൾക്കാനോ പഠിക്കാനൊന്നും ആർക്കും താല്പര്യമില്ല. പിന്നെ അത്ര അട്രാക്റ്റീവായിട്ട് അവതരിപ്പിക്കുന്ന ഇഷ്ടംപോലെ പ്രഭാഷണങ്ങളും ക്ലിപ്പുകളൊക്കെ കിട്ടാനുണ്ടല്ലോ, അതും മുഴുവനായിട്ട് കേൾക്കുന്നുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ നിലവിലങ്ങനെ ഒരു വീഡിയോ ഇട്ട് വരാണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രസംഗങ്ങൾ, വലിയ വലിയ പ്രഭാഷണങ്ങൾ ഒന്നും ആരും കേൾക്കുന്നില്ല. പക്ഷേ അപ്പോൾ അത് ആളുകൾ കുറച്ചെങ്കിലും കേൾക്കട്ടെ എന്ന് കരുതിയിട്ട് ചില നല്ല മനുഷ്യർ നല്ല ലക്ഷ്യത്തോടു കൂടെ ചില ഭാഗങ്ങളൊക്കെ മുറിച്ച് ഇങ്ങനെ റീൽസായിട്ടും അതുപോലെ തന്നെ ഷോർട്സായിട്ടൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അതിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ കണ്ടുപോകും. അത് ഒരു പക്ഷേ കണ്ടമാനാൾ കാണും. എന്നൊരു പ്രഭാഷണം, വലിയ സമ്മേളനം, ഇതൊന്നും ഫോളോ ചെയ്യാൻ ആരുമില്ല. ഓൺലൈൻ പ്രഭാഷണങ്ങളിൽ ചിലപ്പോൾ ലൈവിൽ നമുക്ക് ഒരാളുകളെ കാണും, അവരൊക്കെ അത് കേൾക്കണമെന്നുണ്ടാവില്ല. അതങ്ങനെ ലൈവാക്കി ഇട്ടിട്ട് ഇപ്പോൾ നമുക്ക് തന്നെ വ്യൂവേഴ്സ് കുറേ കാണിക്കും. സത്യത്തിൽ പോലിത് തോണ്ടിപ്പോയിട്ടുണ്ടാവുള്ളൂ. അതാണ് അവസ്ഥ ഉള്ളത്. ഇതും ഇപ്പോൾ ആരൊക്കെ കേൾക്കുമെന്ന് നമുക്കറിയില്ല. എന്നാലും കേൾക്കുന്നവർക്ക് വേണ്ടി പറയുകയാണ്. നമ്മൾ ബഹുമാനപ്പെട്ട പുഴക്കാട്ടിരി ഉസ്താദ് വലിയ പ്രഭാഷകനാണ്. മതങ്ങളെക്കുറിച്ച് താരതമ്യ പഠനം നടത്തിയിട്ടുണ്ട്. ക്രിസ്തു മതത്തിൻ്റെയും ഹൈന്ദവ മതത്തിൻ്റെയും ഒക്കെ അർത്ഥശൂന്യതകൾ, ഇസ്ലാമിൻ്റെ പ്രസക്തി, അതൊക്കെ വ്യക്തമായിട്ട് സമർത്ഥിക്കാനും പ്രഭാഷണം നടത്താനൊക്കെ കഴിവുള്ള വ്യക്തിത്വമാണ്. നല്ല എഴുത്തുകാരനാണ്. സുന്നി വോയിസിൻ്റെ എഡിറ്ററാണ്. അദ്ദേഹത്തിൻ്റെ ഖുർആൻ ക്ലാസ്സുകൾ പലയിടത്തും നല്ല ജനശ്രദ്ധ ആകർഷിക്കുകയും കണ്ടമാനാളുകൾക്ക് ഹിദായത്തിൻ്റെ വെളിച്ചം നൽകുകയും ചെയ്യുന്നുണ്ട്. പുതിയ കാലത്ത് ഫെമിനിസ്റ്റ് ചിന്താഗതിക്കാരും ലിബറൽ ചിന്താഗതിക്കാരും ഒക്കെ കൂടി വന്ന കാലത്ത് അതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കുകയും അത് ബുദ്ധിപരമായും പ്രാമാണികമായും സമർത്ഥിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തെ ഒന്ന് ഇകഴ്ത്തി കാണിക്കണം, ഇരുത്തിക്കളയണമെന്ന താല്പര്യത്തോടു കൂടെ കുറേ ആളുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉറഞ്ഞു തുള്ളുകയാണ്. അതിൻ്റെ കൂടെ ചില ആളുകൾ നമ്മുടെ ജമാഅത്തെ ഇസ്ലാമി സക്കാത്ത് ഫണ്ട് ഉപയോഗിച്ച് അവരുടെ പത്രം നടത്താനും സംഘടനാ പ്രവർത്തനം നടത്താനും സംഘടനാ പ്രവർത്തകർക്ക് നൽകാനും
ഒക്കെ തീരുമാനമാക്കി അവരുടെ പൂട്ടാനിരിക്കുന്ന പത്രത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഫണ്ട് സ്വരൂപിക്കാൻ സക്കാത്തുമായിട്ട്, സംഘടിത സക്കാത്തുമായിട്ട് രംഗത്തിറങ്ങിയ സമയമാണ്. അതിനെ സുന്നി സംഘടന കൃത്യമായി പോസ്റ്റ്മോർട്ടം ചെയ്യുകയും ജനമധ്യത്തിൽ അതിൻ്റെ പോഴത്തം, അതിൻ്റെ വിഡ്ഢിത്തം, അതിൻ്റെ അപ്രമാണികത വിശദീകരിക്കുകയും ചെയ്ത് അവരിങ്ങനെ പ്രതിരോധത്തിലായിരിക്കുമ്പോഴാണ് അവർക്ക് കച്ചിത്തുരുമ്പ് കിട്ടിയത്. അപ്പോൾ ഇതിന്മേൽ കൂടിയിട്ട് ഇത് ആഘോഷിക്കുകയാണ്. അവർക്ക് കൂടെ ഫെമിനിസ്റ്റുകളുണ്ട്, മറ്റെല്ലാ അലവലാദികളുണ്ട്. ഉസ്താദ് മതത്തിൻ്റെ നിയമം പറഞ്ഞു. അതിൻ്റെ പേരിൽ ഉസ്താദിനെ ക്രൂശിക്കാനും ഉസ്താദിനെ ജനമധ്യത്തിൽ താറടിക്കാനും ശ്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് സുന്നി പ്രസ്ഥാന പ്രവർത്തകർക്ക് പറയാനുള്ളത് അത് നിങ്ങളുടെ വ്യാമോഹം മാത്രമാണ്. ഉസ്താദിൻ്റെ ഫോളോവേഴ്സ്, ഫേസ്ബുക്കിലെ ഫോളോവേഴ്സ് ഒറ്റ ദിവസം കൊണ്ടാണ് 10,000 ആളുകൾ വർദ്ധിച്ചത്. ഇന്നലെ 5,000 ചില്ലാനുള്ളത് ഇന്ന് 6,000 ചില്ലാനമായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചത് ഉസ്താദിനെ ഇകഴ്ത്താനും ഉസ്താദിൻ്റെ മുന്നേറ്റങ്ങൾക്ക് തടയിടാനുമാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഉസ്താദിനെ കൂടുതൽ ആളുകൾക്ക് എത്തിക്കാനും ഉസ്താദിനെ കൂടുതൽ ആളുകൾ കേൾക്കാനുമാണ് അത് കാരണമായി തീർന്നത് എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അള്ളാഹുവിൻ്റെ ദീൻ, അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഒരിക്കലും തളരേണ്ടി വരില്ല. അവരുടെ ലക്ഷ്യം ഉദാത്തമാണ്. അവർക്ക് പിന്നിൽ റബ്ബിൻ്റെ സഹായം ഉണ്ടാവും. നിങ്ങളെല്ലാ കുതന്ത്രങ്ങളെയും വകഞ്ഞു മാറ്റിക്കൊണ്ടാണ് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ദീനിൻ്റെ പ്രവർത്തകർ ഇവിടെ മുന്നേറ്റം കുറിച്ചത്. അതുതന്നെ എവിടെയും സംഭവിക്കുമെന്ന് വളരെ വിനയത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. പുഴക്കാട്ടിരി ഉസ്താദ് വളരെ സൗമ്യനായ, തനക്കനമില്ലാത്ത, വിനയാന്വിതനായ ഒരു പണ്ഡിതനാണ്. ചെറിയ കൂട്ടുകാരോടൊപ്പം വലിയ വലിയ സമ്മേളനങ്ങളിൽ പ്രഭാഷണം നടത്തി. കുറച്ച് കഴിഞ്ഞ ഉസ്താദിനെ കാണൂല. അപ്പോൾ അവിടെ റോഡ് സൈഡിൽ ഏതെങ്കിലും എളിയ പ്രവർത്തകരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. എല്ലാവരോടും സൗഹൃദം പങ്കിട്ട്, എല്ലാവരോടും കോത്ത് പിടിച്ച്, എല്ലാവരുടെയും ആളായി നിൽക്കുകയും അതോടൊപ്പം പ്രസ്ഥാനത്തിൻ്റെ വലിയ വലിയ സമിതികളിലെല്ലാം, ആസൂത്രണ സമിതികളെല്ലാം പങ്കെടുക്കുകയും വലിയ വലിയ സമ്മേളനങ്ങളിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന മഹൽ വ്യക്തിത്വമാണ്. കേരളത്തിന് അങ്ങോളം ഇങ്ങോളം ഈ വിഷയം, ഈ നാസ്തികതയ്ക്കെതിരെ, ലിബറലിസത്തിനെതിരെ, മത തിരസ്കാരത്തിനെതിരെ അദ്ദേഹം നടത്തുന്ന പ്രഭാഷണ ക്ലാസ്സുകളും വലിയ സ്വാധീനമാണ് ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. മർക്കസു സഖാഫത്ത് സുന്നിയ, ജാമിയ ഹിക്കമിയ, മർക്കസു തസ്കത്തിൽ ഇർഷാദിയ തുടങ്ങി ഒട്ടനവധി സ്ഥാപനങ്ങളിൽ അദ്ദേഹം ഗസ്റ്റ് ലെക്ചറാണ്. അവിടെയൊക്കെ ദർസ് നടത്തുന്നുണ്ട്, ക്ലാസ് എടുക്കുന്നുണ്ട്. അതിന് പുറമെ ഒട്ടുമിക്ക ദിവസങ്ങളിലും 1-2 പരിപാടികളിൽ, വേദികളിൽ അദ്ദേഹം ക്ലാസ് എടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ മുന്നേറ്റത്തെ, ഈ ഒരു വലിയ ജൈത്രയാത്രയെ തടയിടാൻ ഒരു വഹാബിക്കും, ഒരു മൗദൂദിക്കും, ഒരു നാസ്തികനും, ഒരു ഫെമിനിസ്റ്റിനും, ഒരു നിരീശ്വരവാദിക്കും സാധിക്കുകയില്ലെന്ന് വളരെ വ്യക്തമായി ഇവിടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമായി മനസ്സിലാക്കി അതിനെ കൊണ്ട് മുന്നേറാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.